വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ വീഡിയോ എടുത്തിട്ട് 3-4 ദിവസമായി വീഡിയോ ഇട്ടിട്ട് എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അമ്മ പോയ ശേഷം ഒറ്റൊരു വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ, അതിന് ശേഷം ഒന്നും ഇട്ടിട്ടില്ല അല്ലേ. അപ്പം 2-3 ദിവസം ഇങ്ങനെ ഗ്യാപ്പായി, ഒരു മൂഡ് ഉണ്ടായിട്ടില്ല വീഡിയോ എടുക്കാൻ. ബാക്കി കാര്യങ്ങൾ ചെയ്യാനൊന്നും കുഴപ്പമുണ്ടായില്ല, പക്ഷെ വീഡിയോ എടുക്കാൻ എന്തോ ഒരു ത്വര കിട്ടുന്നുണ്ടായിട്ട് അതുകൊണ്ട് ഒരു ബ്രേക്ക് എടുത്തതാണ്. അപ്പൊ ഇന്നാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തേ. അപ്പൊ ഇപ്പൊ വൈകുന്നേരമാണ് ഞാനിവിടെ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, വൈകുന്നേരത്തെ ചായ. അപ്പൊ രാവിലെ മുതൽ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടിച്ചു വാ. അപ്പോഴേക്ക് നമുക്ക് റെഡി ആയിട്ട് ഒരു സ്ഥലം വരെ പോവാനുണ്ട്, അപ്പോഴേക്ക് ഞാൻ റെഡി ആവട്ടെ. അപ്പോൾ രാവിലെ തന്നെ നേരെ എണീറ്റ് ഉടനെ ബാത്റൂമിലും പോയി ഫ്രഷായി പല്ലും തേച്ചിട്ട് അടുക്കളയിലേക്ക് പോയിട്ടുണ്ട്. ആദ്യം തന്നെ നോക്കുന്നതെന്ന് അറിയോ, ഇന്നലെ രാത്രി ഇഡലിക്ക് അരച്ച് വെച്ചിട്ടുണ്ടായി. അത് പൊങ്ങി വന്നിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ത്വരയോടെ ഇങ്ങനെ നോക്കുവാന്ന് കേട്ടോ. നിങ്ങൾ അങ്ങനെയുണ്ടോ? ഫസ്റ്റ് തന്നെ അത് നോക്കുന്നവരുണ്ട്. അങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ, നല്ലോണം പൊന്നിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര സന്തോഷമായിരിക്കും. എനിക്ക് അങ്ങനെയാണ്, നിങ്ങൾക്ക് അങ്ങനെയുണ്ടോ എന്നുള്ളത് പറയണേ. അപ്പോൾ ഇതാ നല്ലോണം മാവ് പൊങ്ങി വന്നിട്ടുണ്ടായിനി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഡലി മാവിൽ ഇങ്ങനെ നല്ലോണം പൊന്തി നല്ല ഫ്ലഫി പഞ്ഞി പോലെ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് മാവ്. അപ്പോഴേ തന്നെ നമുക്ക് കുറച്ച് സന്തോഷമായിരിക്കും അന്നത്തെ ദിവസത്തിൽ. അപ്പോൾ ഞാൻ തലേന്ന് ഉപ്പിട്ടിട്ട് വെക്കാറില്ല കേട്ടോ. ഇന്ന് രാവിലെ എണീറ്റിട്ട് പൊങ്ങി വന്ന ശേഷമാണ് ഉപ്പിടൽ. രാത്രി ഉപ്പിട്ടിട്ട് അങ്ങനെ ഇളക്കി വെക്കില്ല. ഇനി ഉപ്പെല്ലാം ഇട്ടിട്ട് സെറ്റാക്കി വെക്കണം. അപ്പോൾ ഇഡലിക്ക് വേണ്ടിയിട്ടുള്ള കറി ഞാൻ തലേ ദിവസം തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിനി. സാമ്പാർ തലേ ദിവസം സാമ്പാറാക്കിയപ്പോൾ ആക്കിയ ഉടനെ ഞാൻ കുറച്ച് മാറ്റി വെച്ചു. ഇന്ന് ഇഡലി ആക്കാന്നുള്ള പ്ലാൻ ഉണ്ടായതുകൊണ്ട്. അതുകൊണ്ട് പിന്നെ കറീൻ്റെ കാര്യം രാവിലെ ചിന്തിക്കേണ്ടി വരില്ലല്ലോ. രാവിലെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റും കറിയും കൂടെ ആകുമ്പോൾ നമുക്ക് ഹറിബറി ആവാം. കറി ഓൾറെഡി റെഡി ആണെങ്കിൽ പിന്നെ വേഗം ഈ ബ്രേക്ക്ഫാസ്റ്റിന് അരച്ചും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമേ ഇല്ല. എല്ലാ ദിവസങ്ങളിലും രാവിലെ എണീക്കുമ്പോൾ തന്നെ അയ്യോ എന്താ ഉണ്ടാക്കുക എന്നുള്ളൊരു ടെൻഷനായിരിക്കും. ഇഡലി ആക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ വെള്ളം വെച്ച് ഒന്ന് ചൂടാവട്ടെ. ആ സമയം കൊണ്ട് ഇഡ്ഡലി നമുക്ക് നമ്മുടെ തവയിലേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇഡ്ഡലി തട്ടിലേക്ക്, തവ എന്നല്ല പറയുന്നത്, എന്തെല്ലാം പറയുന്നുണ്ടോ. അപ്പോൾ ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയെല്ലാം ഞാൻ അധികം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. മിക്കവാറും ഇവിടെ ഇഡ്ഡലിയെല്ലാം ആക്കുന്നത് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യും. ചിലപ്പോൾ അരി ഇടുന്നത് ഞാനായിരിക്കും, അരക്കുന്നത് അമ്മയായിരിക്കും. അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് മാറി മാറി ചെയ്യലുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് പ്രോസസ്സിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അധികം ആക്കലില്ല, ഇഡലി ആക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയായി. പൊങ്ങി വന്നപ്പം അമ്മേനോട് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഇഡലി സൂപ്പറായി അമ്മയെന്നെല്ലാം പറഞ്ഞിട്ട് അമ്മക്കും സന്തോഷമായി. അതേ അടിപൊളിയാണെന്നല്ലോ എന്നെല്ലാം പറഞ്ഞു അമ്മ. ഈ ഇഡലി തട്ട് ഞാൻ പണ്ടേ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഡസ് വാലീൻ്റെ, അപ്പം മേടിച്ചതാണ്. ഇതിന് ഒരു 10-14 ഇഡലി ഒറ്റ ട്രിപ്പ് തന്നെ ആയിക്കോളും. അതുകൊണ്ട് എളുപ്പമാണ്. നമുക്കൊരു 2 ട്രിപ്പ് ആക്കിയാൽ തന്നെ ലാവിഷായിട്ട് ഉണ്ടാവും. അതുകൊണ്ട് വേഗം ആവുകയും ചെയ്യും. അല്ലെങ്കിൽ ഒരു 3 തട്ടാണെങ്കിൽ തന്നെ 5 തട്ടിൻ്റെ ആണെങ്കിൽ 2 തട്ടിലാകുമ്പോൾ 10 എണ്ണം അങ്ങനെയല്ലല്ലേ നമുക്ക് ആവല്ലോ. ഇത് വലിയ തട്ടായതുകൊണ്ട് നമുക്ക് വേഗമാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് എണ്ണയെല്ലാം തൂത്ത് കൊടുത്ത് ഞാനിങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ മാവ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പം നമുക്ക് കയ്യിലോണ്ട് ഇങ്ങനെ കോരി അങ്ങനെ ആക്കി ഉറ്റുമോ ഒന്നുമില്ല. നമുക്ക് നല്ല ഈസി ആയിട്ട് ആക്കാൻ പറ്റും. നമുക്കിവിടെ എല്ലാവർക്കും ഇഡലി ഇഷ്ടമാണ്, പക്ഷേ പുളിച്ച ഇഡലി ഇഷ്ടമല്ല. ചില മാവ് നല്ലോണം പുളിച്ച് കഴിഞ്ഞാൽ ഇഡലിക്ക് ഒരു പുളിപ്പ് ഉണ്ടാവൂലേ, അത് ഏട്ടനും അച്ഛനും ഇവിടെ ഇഷ്ടമേ അല്ല, അവർ കഴിക്കുകയേ ഇല്ല. പക്ഷെ അമ്മക്ക് പുളി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഏട്ടനും അച്ഛനും അത് പറ്റൂല. അതുകൊണ്ട് പുളിക്കാണ്ട് പൊങ്ങും വേണം, എന്നാലും ഇഡലി നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ അത് പുളിക്കാൻ പാടില്ല, മാവ് നല്ലോണം പുളി ടേസ്റ്റ് വരാൻ പാടില്ല. അതും അങ്ങനെ ഒരു ചലഞ്ചും കൂടി ഉണ്ട് നമ്മുടെ വീട്ടിൽ ഇഡലി ആക്കുമ്പോൾ. അതുകൊണ്ട് പുളിയൊന്നും ഉണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ അവർ രണ്ടാളും കഴിക്കൂല. അമ്മയും വല്യമ്മയും ബോംബെയിൽ അടിച്ചു വിളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇന്നാളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരിക്കും അവരെ. അവർ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി. പിന്നെ ഏട്ടന് ലീവുള്ള ആ ഗ്യാപ്പൊക്കെ നോക്കിയിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഏട്ടൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കുന്നുണ്ട്. പിന്നെ ഓഫുള്ള ദിവസങ്ങളിൽ അങ്ങനെയാണ് കറങ്ങുന്നത്. നെക്സ്റ്റ് വീക്കിലാണ് കുറേ സ്ഥലത്തൊക്കെ പോകുന്നത്. നോർമലി ഇഡ്ഡലി ആക്കുമ്പോൾ ചട്നിയും കൂടി അരക്കലുണ്ട്. ചട്നിയും സാമ്പാറും ഇഡ്ഡലി. അമ്മക്ക് ചട്നി മസ്റ്റാണ്, അമ്മക്ക് എന്തായാലും ചട്നി വേണം. സാമ്പാർ അത്ര വലിയ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ ചട്നി അരക്കൽ. പക്ഷെ ഇവിടെ നമുക്ക് ബാക്കി എല്ലാവർക്കും സാമ്പാർ ആയാലും മതി. വെറുതെ ചട്നിയും കൂടി അരച്ച് കഴിഞ്ഞാൽ അത് ബാക്കിയായിരിക്കും. നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് എന്തായാലും അരക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു ചട്നി വേണ്ട, സാമ്പാർ മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ കറിയാക്കേണ്ട പണിയേ ഇല്ല. അപ്പോൾ ഇതാ ഞാൻ ഇഡലിയെല്ലാം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് കുക്കായി വരണം. കുറച്ച് കുഞ്ഞു ഇഡലിയും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നിച്ചുട്ടിക്ക് അങ്ങനെ കുട്ടി ഇഡലി കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നിച്ചുവിന് വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞതാക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് വലുതാക്കിയിട്ടും ബാക്കി എല്ലാവർക്കും വേണ്ടിയിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ താലോലി വറവ് എന്ന് പറയുമ്പോൾ 1-2 പേര് ചോദിക്കലുണ്ട് അതെന്നാ സാധനം, അത് മുറിക്കുന്നതിന് മുന്നേ ഒന്ന് കാണിച്ചു തരാമോ എന്ന്. ഇതാണ് കേട്ടോ ഞാൻ താലോലി എന്ന് പറയുന്ന സാധനം. നരമ്പൻ എന്നും പറയലുണ്ട് നമ്മുടെ നാട്ടിൽ. നരമ്പൻ വറവ്, താലോലി വറവ്, അതിനൊക്കെ അങ്ങനെയൊക്കെ പറയാം ഇതിൻ്റെ വറവിന്. നിങ്ങളുടെ നാട്ടിലെന്നാ പറയുക? നമ്മളങ്ങനെ പറയാം. ഇത് നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് എൻ്റെ അമ്മേൻ്റെ വീട്ടിലെല്ലാം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇത്. അതുകൊണ്ട്
ഇപ്പം ആ ഒരു ഓർമ്മയിലാണ് എടുക്കുക. അത് കാണുമ്പോൾ പണ്ട് ഇങ്ങനെ വയലിലെല്ലാം തൂങ്ങി കിടക്കുന്നത് ഒരു ഓർമ്മയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇഡലി അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് തൊട്ട് നോക്കി, അതാണ് കേട്ടോ ഒരു മാന്ത് കാണുന്നതിന്. അത് നല്ലോണം പൊങ്ങിയിട്ട് നല്ല ക്യൂട്ട് ഇഡലി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇഡലിയിലൊന്ന് മാറ്റിയിടട്ടെ. ബാക്കി മാവ് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. വൈകുന്നേരത്തേക്ക് ദോശ ഇഡലിയോ എന്താണെന്ന് വേണ്ടി വെച്ചാൽ നമുക്കങ്ങ് ഉണ്ടാക്കാമല്ലോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വറവും ആക്കി, പിന്നെ ചോറിനുള്ള വെള്ളം വെച്ച് ചോറും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറി ഈ സാമ്പാറിനെ കുറച്ച് ഉച്ചക്കേക്ക് ഉണ്ടാവും. വേറെ ഫിഷ് എങ്ങാനും വന്നാൽ അതാക്കിയാൽ മതിയാവും. അപ്പോൾ ഇങ്ങനെ ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ. ഉച്ചക്കേക്കുള്ള ലഞ്ച് അടക്കം രാവിലെ തന്നെ വേഗം ആക്കി വെക്കും. അപ്പോൾ ഞാൻ വേഗം കഴിക്കട്ടെ. നീച്ചൂട്ടി ഇപ്പം എണീക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇഡലി കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം കഴിക്കട്ടെ. ചായയൊക്കെ കുടിച്ച് എല്ലാവരും എണീറ്റ്, നീച്ചൂട്ടിയെല്ലാം എണീറ്റ് ചായ കുടിച്ച് ഏട്ടനും അച്ഛനും എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടെ അടുക്കളപ്പുറത്താണ് ഉള്ളത് കേട്ടോ. അച്ഛൻ്റെ മുണ്ടൽ ഇങ്ങനെ ഉണക്കിയിടുന്നത്. അപ്പോൾ നീച്ചൂട്ടി സഹായിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് രണ്ടാക്കും ചായ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു 11 മണിക്ക് ഒരു ചായ ശീലമുണ്ട്. ആ ചായ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീച്ചൂട്ടി എന്തെല്ലോ വർത്തമാനം പറയുന്നുണ്ട് അച്ഛനോട്. അത് കേട്ടിട്ട് നമ്മളിങ്ങനെ എന്തെല്ലോ ചിരിക്കുകയെല്ലാം ചെയ്യുന്നു. അച്ഛനെ കഴിഞ്ഞിട്ട് സൈബുമാനെ സഹായിക്കാം. വിട്ടുകൊടുത്തില്ലല്ലോ, ഒന്നും വിട്ടുകൊടുക്കില്ല. സാധനമാണല്ലോ. എങ്ങനെ മോളെ? അടിപൊളി മര്യാദക്ക് മനസ്സിലാവല്ലോ. എങ്ങനെയാ മോളെ പറയണ്ട്? അച്ഛൻ എങ്ങനെയാ പറഞ്ഞേ? ശരിക്കും എങ്ങനെയാ പറയണ്ട്? അപ്പോൾ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇതെന്താ ഒരു പാട്ട് പ്രാക്ടീസ് പതിവില്ലാതെ എന്ന് വിചാരിക്കുന്നുണ്ടാകും. അപ്പോൾ എനിക്ക് മാർച്ച് 6 ഒരു പരിപാടി ഉണ്ട്. എൻ്റെ പഴയ സ്കൂളിൽ ഞാൻ പണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിന്. എൻ്റെ കൊറോം ദേവി സഹായം UP സ്കൂൾ, ഞാൻ UP സ്കൂളിൽ പഠിച്ച സ്കൂളിൽ ഒരു പരിപാടി ഉണ്ട്. ഒരു ടീച്ചറെ വാർഷികവും അതുപോലെ തന്നെ ടീച്ചർ റിട്ടയർമെൻറ്റും ഉണ്ട്. അപ്പോൾ അതിന് വിളിച്ചിട്ടുണ്ടായിന് ടീച്ചർ. പൂർവ്വ വിദ്യാർത്ഥികളുടെ പാട്ടെല്ലാം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു പാട്ട് പാടുമോ എന്ന് വെച്ചിട്ട് വിളിച്ചിന്. അപ്പോൾ അതിന് പോകണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പ്രാക്ടീസ് ചെയ്യണേ. അപ്പോൾ ആ മാർച്ച് 6 അവിടെ വരുന്നവർക്കെല്ലാം നമുക്ക് മീറ്റ് ചെയ്യാം കേട്ടോ. അവിടെ വരാൻ പറ്റുന്നവരെല്ലാം വാ, അപ്പം നമുക്ക് കാണാം കേട്ടോ. ഉള്ളിൽ നോക്ക്, എവിടെ പോന്നേ? പുഴ കാണാനാ? ബാ കേറ്. അപ്പൊ നമ്മള് റെഡി ആയിട്ട് പോവുന്നേ. നീച്ചുട്ടി പറഞ്ഞ പോലെ എവിടെ പോന്ന് നീച്ചുട്ടി? അച്ഛനപ്പുറം മുമ്പിൽ ഇരിക്കാനുള്ള ബഹളം. അച്ഛൻ വരട്ടെ, എന്നിട്ട് മുമ്പിൽ ഇരിക്കാം. നമ്മളെ വീട്ടിന്റെ അടുത്ത് പാർക്കില് ഒരു ബോട്ട് കെട്ടിയും അതുപോലെ തന്നെ നമ്മളെ വളപട്ടണം പുഴേന്റെ ഭാഗം തന്നെ അവിടെ പുഴേന്റെ ഒരു വ്യൂ എല്ലാം ഉണ്ട്. അത് കാണാൻ നീച്ചൂട്ടിനെ കൊണ്ടുപോകാന്ന് അച്ഛൻ പ്രോമിസ് കൊടുത്തിട്ട് കുറേ ദിവസമായി. അപ്പൊ അന്ന് നീച്ചൂട്ടിക്ക് അന്ന് കബക്കെട്ടെല്ലാം വന്നിട്ട് അത് നമ്മൾ മാറ്റി വെച്ച്. അപ്പൊ നീച്ചൂട്ടി ഇപ്പൊ ഇടക്കിടക്കേ ചോദിക്കും അച്ഛൻ പുഴ കാണാൻ കൊണ്ടുപോണ്ടേന്ന്. അപ്പം ഇന്ന് ഏതായാലും അങ്ങനെ പോവാന്ന് വിചാരിച്ചു.
പക്ഷെ നിച്ചുട്ടി ഓട്ടോയിൽ പോകണം എന്നാണ് കേട്ടോ പറഞ്ഞത്. നിച്ചുന് ഭയങ്കര ഇഷ്ടമാണ് ഓട്ടോയിൽ പോകും. പക്ഷെ നമ്മൾ ഓട്ടോ നമ്മളെ സ്ഥിരം പോകുന്ന ഓട്ടോ ഉണ്ട്, വേണോട്ടൻ്റെ ഓട്ടോ. അപ്പോൾ അവരെ വിളിക്കുമ്പോഴേക്കും അവരില്ല, ഫ്രീ ഇല്ല എന്ന് പറഞ്ഞു. അവരെപ്പുറം പോയാൽ നമുക്ക് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ ഇഷ്ടത്തിന് അങ്ങനെ വരാൻ പറ്റും. അപ്പോൾ അവരില്ലാത്തതുകൊണ്ട് പിന്നെ ഏതായാലും പോകേണ്ട പ്ലാൻ മാറ്റണ്ടെന്ന് വെച്ചിട്ട് കാറിൽ തന്നെ പോകാമെന്ന് വെച്ച് ഏട്ടനെയും കൂട്ടിയിട്ട് പോകുവാന്നേ. പോകുമ്പോൾ തന്നെ ഒരു ബോട്ട് അത് അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിന്. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്, പക്ഷെ ഇവിടെ നമ്മൾ ഇതുവരെ പോയിട്ടുണ്ടായിട്ടില്ല. പോകണമെന്ന് വിചാരിച്ചത് മാത്രം. അപ്പോൾ അവിടെ തിരക്കൊന്നുമില്ല, ഇങ്ങനെ കൂളായിട്ടുണ്ട്. പക്ഷെ കുറേ ബോട്ട് ഉണ്ട് ഇപ്പം, ബോട്ട് സർവീസ് കുറേ ഉണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് പറശ്ശിനിക്കടവിലെല്ലാം പോകാൻ പറ്റും കേട്ടോ. ഇവിടുന്ന് ബോട്ട് കയറിയിട്ട് പറശ്ശിനിക്കടവ് വരെയെല്ലാം പോകാൻ പറ്റും. വൈകുന്നേരം എല്ലാം പോയിരിക്കാൻ വേണ്ടി നല്ല രസമായിരിക്കും. ആ ഒരു കാറ്റും ആ ഒരു പുഴ സൈഡിലെല്ലാം പോയിരിക്കാൻ നല്ല രസമായിരിക്കും. ഈ ഒരു പ്രദേശത്തുള്ളവർക്കെല്ലാം നല്ല ഇഷ്ടമുണ്ടാവും. അവിടെ 2 ചേട്ടന്മാർ മീൻ പിടിക്കുന്നുണ്ടായിന്. അപ്പം നമ്മൾ അതും നോക്കി കുറച്ച് നേരം നിന്നു. അതിൽ ഒരാൾക്ക് മീനെ കിട്ടിയിട്ടുണ്ടായിന്. അത് നോക്കി കുറച്ച് നേരം നിച്ചുട്ടി കളിക്കുകയും ചെയ്തു. നിച്ചുട്ടിക്ക് ഇതെല്ലാം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നല്ല സുഖമുണ്ട് അവിടെ. നല്ല വിശാലമായിട്ട് ഇരിക്കേണ്ട സ്ഥലവും ഇഷ്ടം പോലെ ഉണ്ട്. നല്ല നീറ്റാക്കിയിട്ട് അങ്ങനെ വെക്കുകയും ചെയ്തുകൊണ്ട് പുതിയതല്ലേ, അതുകൊണ്ട് നല്ല നീറ്റായിട്ടുണ്ട്. പിന്നെ നല്ലൊരു രസം എന്താണെന്നറിയോ, അതിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്, പെരുമ്പുഴയച്ചൻ അമ്പലം. അവിടെ ആ പാട്ട് വെച്ചിട്ടുണ്ട് വൈകുന്നേരം. അപ്പോൾ ആ പാട്ടും കേട്ടുകൊണ്ട് ഈ കാറ്റും കൊണ്ടിരിക്കാനും നല്ല രസമുണ്ടായിനി. അങ്ങനെ കുറച്ച് നേരം നമ്മൾ പുഴക്കരക്കെല്ലാം നിന്ന് വർത്താനെല്ലാം പറഞ്ഞ് അവിടെ കുറച്ച് നേരം ഇരുന്ന് കാറ്റെല്ലാം കൊണ്ടിട്ട് അങ്ങോട്ടേക്ക് നടന്നു. അവിടെ അമ്മേൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്. അമ്മേൻ്റെ സ്കൂളിലുള്ള ഒരു ടീച്ചറുണ്ട്, ശ്രീജ ടീച്ചർ. അപ്പോൾ ടീച്ചർ വീട് അവിടെയാണ്. ഏതായാലും അങ്ങോട്ട് പോയ സ്ഥിതിക്ക് ടീച്ചർ അവിടെ ഉണ്ടോ നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് നടക്കുകയാണ് ടീച്ചർ വീട്ടിലേക്ക്. ടീച്ചർ വീട്ടിലെല്ലാം കയറി കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ് അവർ എവിടെയോ പോകാൻ ഇറങ്ങുമെന്ന്. അവരുടെ വീട്ടിൻ്റെ മുന്നിൽ തന്നെയുള്ള വ്യൂ ആണ് കേട്ടോ. ഇത് പുഴയാണ് വീട്ടിൻ്റെ മുന്നിൽ നിന്നുള്ള വ്യൂ. ഈ ഒരു സ്പേസിൽ നിന്ന് ബോട്ട് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിനല്ലോ ഇതിനിടക്ക്. ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുപോയിന്. അതാണ് ഇങ്ങനെ കെട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അവർക്കൊരു മറയായി ഇപ്പം പുഴ ഡയറക്റ്റ് കാണാൻ വേണ്ടിയിട്ട്. ബോട്ട് ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിനെന്ന് പറഞ്ഞു. അപ്പം അന്ന് പോകണമായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടെന്ന് വിചാരിച്ചു ഞാൻ. അതാണ് ടീച്ചറെ വീട് അതിൻ്റെ സൈഡിലായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ടീച്ചറെ ജസ്റ്റ് ഞാൻ കാണിച്ചത്, ടീച്ചറെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഓടി രക്ഷപ്പെടുന്ന അയ്യോ രജനെ എന്ന് പറഞ്ഞിട്ട് ടീച്ചർ എവിടെയോ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി പകുതി ആകുമ്പോഴേക്കാണ് നമ്മൾ പോയത്. ചക്കി മാങ്ങിയെല്ലാം കിട്ടി. ഇനി പോവാ. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വൈകുന്നേരം പോയിട്ട് വന്നിട്ട് പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ്, നിച്ചുട്ടിന്റെ കുളിയെല്ലാം കഴിഞ്ഞ് രാവിലത്തെ ഇഡലി മാവിരിപ്പുണ്ടായിന്. അതിനെ കൊണ്ട് ദോശ ഉണ്ടാക്കി, സാമ്പാറും മീനും എല്ലാം ഉണ്ടായിന്. അതെല്ലാം കൊണ്ട് ഇന്ന് ഒപ്പിച്ചു. ഒരു കട്ടൻ ചായയൊക്കെ വെച്ചിട്ട്. ഭയങ്കര ക്ഷീണം. ഈ ചൂടിന്റെ ആണോന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒന്നും ഇപ്പൊ സമയം 9 മണിയായി, പക്ഷെ ഇങ്ങനെ തൂങ്ങുന്നു. നിച്ചൂട്ടി ആണെങ്കിൽ ഇപ്പൊ ഉച്ചക്ക് ഒരു ഉറക്കെല്ലാം ഉണ്ടാവുന്ന, അതൊന്നും ഇപ്പൊ ഉറങ്ങുന്നൊന്നുമില്ല. അതുകൊണ്ട് ആ സമയത്തും റെസ്റ്റ് ഇല്ലല്ലോ. അവളെ ബാക്കിൽ തന്നെ അമ്മമ്മ ഇല്ലാത്തതുകൊണ്ട് ഫുൾ ടൈം ഒക്കെ അതന്നെ ശീലമായില്ലേ, എപ്പോഴും ഒരാള് കൂടി ഉണ്ടായിട്ട്. അപ്പോൾ ഫുൾ അങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് നിന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാനും എൻ്റെ കാര്യങ്ങൾക്ക് ഒന്നും സമയവും കിട്ടുന്നില്ല ഇപ്പൊ. അതുകൊണ്ട് എല്ലാം കൂടെ ഒരവസ്ഥയായിട്ടാണുള്ളത്. പക്ഷെ സാരല്ല, 2 ദിവസം കൊണ്ട് ആ ഒരു ക്ഷീണമെല്ലാം നമുക്ക് സെറ്റപ്പ് ആക്കിയിട്ട് നമുക്ക് അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ.